കാറ്റുകൾ നിർവഹിക്കുന്ന ധർമ്മങ്ങൾ പലതാണ്. വിശുദ്ധ വചനങ്ങളിൽ നമ്മൾ അതിൽ പലത് വായിക്കുന്നു. വമിൻ ആയാതിഹിൽ ജവാരി ഫിൽ ബഹ്രി കൽ ആലാം, കടലുകളിൽ പർവ്വതങ്ങൾ പോലുള്ള കപ്പലുകൾ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. അള്ളാഹു ഉദ്ദേശിക്കുകയാണ് എങ്കിൽ കാറ്റിനെ അള്ളാഹു അടക്കി നിർത്തും. അതോടുകൂടി സമുദ്രങ്ങളിൽ പർവ്വത സമാനം കാണപ്പെടുന്ന കപ്പലുകൾ കടൽപ്പരപ്പിൽ നിശ്ചലമായി ചലിക്കാതെ നീങ്ങാതെ നിൽക്കുന്ന അവസ്ഥ വരും എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പൊ കാറ്റിനെ അടക്കിയാൽ കപ്പലുകൾ കടൽപ്പരപ്പിൽ അനങ്ങാതെ നിൽക്കുന്ന വിഷയം പറയുമ്പോൾ കാറ്റ് നിർവഹിക്കുന്ന ധർമ്മത്തിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല വെളിച്ചം നൽകുകയാണെങ്കിൽ സൂചന നൽകുകയാണ് ഈ വിശുദ്ധ വചനത്തിലൂടെ. സൂറത്ത് ഷൂറയിലെ 32-33 വചനങ്ങളാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. കപ്പലിന്റെ സഞ്ചാരവുമായി ബന്ധപ്പെട്ട് 2 തരം കാറ്റിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. ഹുവല്ലദീ യുസയ്യിറുകും ഫിൽ ബർരി വൽ ബഹ്രി ഹത്താ ഇദാ കുൻതും ഫിൽ ഫുൽകി വജറൈന ബിഹിം ബിരീഹിൻ തയ്യിബ വഫരിഹു ബിഹാ ജാഅത്ഹാ റീഹുൻ ആസിഫ് വജാഅഹുമുൽ മൗജു മിൻ കുല്ലി മകാൻ എന്നാണ്. അല്ലാഹു അത്രേ കരയിലും കടലിലും നിങ്ങളെ സഞ്ചരിപ്പിക്കുന്നവൻ. ഹത്താ ഇദാ കുൻതും ഫിൽ ഫുൽക്, നിങ്ങൾ കപ്പലുകളിലായാൽ, വജറൈന ബിഹിം, ആ കപ്പലുകൾ നിങ്ങളെയും കൊണ്ട് സഞ്ചരിച്ചാൽ, ബിരീഹിൻ തയ്യിബത്തിൻ, നല്ല രീഹുമായി, വഫരിഹു ബിഹ, അങ്ങനെ ആ കപ്പൽ സഞ്ചാരത്തിൽ ആ കാറ്റിനാൽ ആളുകൾ സന്തോഷിക്കുകയും ചെയ്താൽ, ജാഅത്ഹാ റീഹുൻ ആസിഫ്, ആ കപ്പലിന് നേരെ അതാ വരുന്നു കൊടുങ്കാറ്റ്. അതോടെ വജാഅഹുമുൽ മൗജു മിൻ കുല്ലി മകാൻ, എല്ലാ ഇടങ്ങളിൽ നിന്നും ഈ ആളുകളെ നോക്കി തിരമാലകൾ വരികയായി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പോൾ ഇവിടെ റീഹുൻ തയ്യിബത്ത്, അതേപോലെ റീഹുൻ ആസിഫ്, കാറ്റുകളെ കുറിച്ച് പറയുന്നു. ഈ കാറ്റുകൾ പരാമർശിക്കപ്പെട്ടതിൽ അവയുടെ ധർമ്മങ്ങൾ, അവയുടെ പ്രത്യേകതകൾ നമ്മളിവിടെ മനസ്സിലാക്കുന്നു.